മലയാള സിനിമയിൽ ഇപ്പോൾ സ്ത്രീകളെ കാണാനില്ല എന്നൊരു പരാതി ചിലരൊക്കെ പറയുന്നുണ്ട്. ഈ അടുത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ്, ആവേശം, ബ്രഹ്മയുഗം തുടങ്ങിയ ഹിറ്റ് സിനിമകളിലൊന്നും സ്ത്രീകൾക്ക് വലിയ റോളില്ല. മലയാള സിനിമ സ്ത്രീകളെ മറന്നു പോകുന്നു എന്നതാണ് പുതിയ ആശങ്ക. ഈ അടുത്ത് ഡയറക്ടർ അഞ്ജലി മേനോൻ ഈ ഒരു ആശങ്ക പങ്കുവച്ചതും കണ്ടു. പൊതുവെ നമ്മുടെ ഒരു പ്രത്യേകത നമുക്ക് ഇങ്ങനെയുള്ള ആശങ്കകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ തോന്നും എന്നതാണ്. ഒരു 2-3 സിനിമ അടുപ്പിച്ച് വരുമ്പോൾ തന്നെ അതിലൊരു കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ പിന്നെ അതായിരിക്കും നമ്മുടെ ആശങ്ക. മമ്മൂട്ടി 3 അടിപ്പടം ഒരുമിച്ച് ചെയ്താൽ, മോഹൻലാൽ 3 തല്ലിപ്പൊളി സിനിമ ഒരുമിച്ച് ചെയ്താൽ, ശ്യാം പുഷ്കരൻ 3 പ്രകൃതി പടം ചെയ്താലൊക്കെ നമുക്ക് ആശങ്കയാണ് ഇനി ഇതിങ്ങനെ തന്നെ തുടരുമോ എന്നത്. കാര്യങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ വിമർശിച്ചാൽ കൈവിട്ടു പോകുന്നതുവരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ അടുത്ത് അടുപ്പിച്ചിറങ്ങിയ ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ്, ആവേശം ഇതിലൊന്നും സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യമില്ല. ആണുങ്ങളുടെ ലോകവും ആണുങ്ങളുടെ കഥയുമാണെന്നതാണല്ലോ ആശങ്ക. ഇതിൽ വല്ല വസ്തുതയുമുണ്ടോ? ഇതുകൊണ്ട് മലയാളം സിനിമയ്ക്കോ സ്ത്രീ കഥാപാത്രങ്ങൾക്കോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് നോക്കാം. ഈ വർഷം ഇറങ്ങിയ ആട്ടം സ്ത്രീ കഥാപാത്രത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് എന്ന് മാത്രമല്ല, അതിന്റെ കഥയും സ്ത്രീകളുടെ വളരെ റെലവന്റ് ആയ ഒരു പ്രശ്നത്തെ ബേസ് ചെയ്തുള്ളതാണ്. എബ്രഹാം ഓസ്ലറിൽ സ്ത്രീ ഉണ്ടെങ്കിലും ചുമ്മാ ഒരു പ്രണയം, പാട്ട്, സിമ്പതിയൊക്കെയായുള്ള സ്ഥിരം ക്ലിഷേ സ്ത്രീ കഥാപാത്രമാണ്. മലൈക്കോട്ടെ വാലിബൻ സ്ത്രീ കഥാപാത്രങ്ങൾ ഒരുപാടുള്ള സിനിമയാണ്. പോരാത്തതിന് അടിപൊളി ഫൈറ്റ് ചെയ്യുന്ന ഒരു വെറൈറ്റി വില്ലത്തി സ്ത്രീയുമുണ്ട്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയിലും സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. പ്രേമലു ഒരു റോംകോം കൊണ്ട് മെയിൻ ലീഡ്സ് സ്ത്രീയും പുരുഷനുമാണ്. ബ്രഹ്മയുഗത്തിൽ ഒരു യക്ഷി ഒഴിച്ചാൽ വേറെ സ്ത്രീയില്ല. ഫാമിലിയിൽ സ്ത്രീകൾ ഉണ്ടെങ്കിലും വളരെ സോഷ്യലി റെലവന്റ് ആയ ഒരു സംഭവം പറയുന്ന, അതും ആണുങ്ങൾ അനുഭവിക്കുന്ന, എന്നാൽ നമ്മൾ പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു തീമാണുള്ളത്. മഞ്ഞുമൽ ബോയ്സ് ആണുങ്ങളുടെ കഥയാണ്. ആടുജീവിതം ആണിന്റെ കഥയാണ്. ആവേശം ആണുങ്ങളുടെ കഥയാണ്. അപ്പൊ ഇത്രയും സിനിമകൾ ഈ വർഷം ഇറങ്ങിയത് നോക്കിയാൽ സ്ത്രീ പ്രാതിനിധ്യം കുറഞ്ഞത് അല്ലെങ്കിൽ ഒട്ടുമില്ലാത്തത് ആവേശം, മഞ്ഞുമൽ ബോയ്സ്, ബ്രഹ്മയുഗം, ആടുജീവിതം എന്നിവയാണ്. ഈ സിനിമകളാണ് ഏറ്റവും കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ളതും. അപ്പൊ പെട്ടെന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു ആശങ്ക തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ സിനിമകൾ നോക്കിയാൽ അങ്ങനെ ഒരു ആശങ്കയിൽ വലിയ കാര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാകും. ആദ്യം മഞ്ഞുമൽ ബോയ്സ് എടുക്കാം. കുറച്ച് ആണുങ്ങൾ ചേർന്ന് ഗ്രൂപ്പായി ടൂർ പോകുന്നതാണല്ലോ മഞ്ഞുമൽ ബോയ്സ്. അതിൽ നടന്ന കഥയുമാണ്. അതിലേക്ക് ആവശ്യമില്ലാത്ത ഒരു പെൺ കഥാപാത്രത്തെ ചുമ്മാ തിരികെ കയറ്റിയില്ല എന്നത് നന്നായി എന്നേ തോന്നിയുള്ളൂ. 2 തരത്തിലാണ് കൊമേഴ്ഷ്യൽ സിനിമകളിൽ സ്ത്രീ കഥാപാത്രങ്ങൾ സംഭവിക്കുന്നത്. ഒന്ന് ഓർഗാനിക്കായി സംഭവിക്കുന്നത്, 2 ആക്സസറീസ് ആയി തിരികെ കയറ്റുന്നത്. ഓർഗാനിക്കായി മഞ്ഞുമൽ ബോയ്സിൽ ആ സാധ്യതയില്ല. അവർ ചുമ്മാ തിരികെ കയറ്റാനും നിന്നില്ല. ആണും പെണ്ണും ഒരുമിച്ച് ടൂർ പോകുന്നതും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി ഒരു ഗ്രൂപ്പായി ഇരിക്കുന്നതുമൊക്കെ കേരള സാഹചര്യത്തിൽ ഇന്നും ഒരു അത്ഭുതമാണ്. അപ്പൊ അങ്ങനെ ഒരു സാധ്യത ഒരു നടന്ന സംഭവം സിനിമയാക്കുമ്പോൾ ഉണ്ടാകില്ല എന്നതിൽ അത്ഭുതമൊന്നുമില്ല. അഡ്വഞ്ചർ ട്രിപ്പ് നടത്തുന്ന, ലോകം ചുറ്റാൻ പോകുന്ന പെണ്ണുങ്ങളൊക്കെ വളരെ റെയറായി 1-2 എന്ന രീതിയിൽ വലിയ വാർത്താ പ്രാധാന്യത്തോടെ കാണുന്ന ഒരു സമൂഹത്തിൽ നിന്ന് സിനിമയിൽ മാത്രം അതുണ്ടാകുന്നില്ല എന്ന് പരിതപിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ മാറ്റം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. അത് നാളെ നമ്മുടെ സിനിമയിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്തത് ആവേശമാണ്. ആവേശം ഒരു ഫിക്ഷനായ സ്ഥിതിക്ക് വേണമെങ്കിൽ ആ 3 ബോയ്സിൽ ഒന്നിനെ ഗേളൊക്കെ ആക്കാമായിരുന്നു. പക്ഷെ അതും നമ്മുടെ നാട്ടിൽ അത്ര പതിവില്ലാത്തതാണ്. അതിന്റെ എഴുത്തുകാരന് ഒരു പക്ഷേ ഒരു ആണിനെ എഴുതുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല ഒരു പെണ്ണിനെ എഴുതാൻ. അയാൾക്കറിയാവുന്ന കഥാപരിസരം, എഴുതി ഫലിപ്പിക്കാൻ കഴിയുന്ന കഥാപാത്രങ്ങളൊക്കെ പുരുഷന്മാരാണെങ്കിൽ ഒരു സേഫ് സോൺ എന്ന നിലയ്ക്ക് പുരുഷന്മാരെ തന്നെ ഇട്ടതാകാം. അഞ്ജലി മേനോൻ എഴുതിയ ബാംഗ്ലൂർ ഡേയ്സ്, ഉസ്താദ് ഹോട്ടൽ, ഇതിൽ 2ലും ആൺ കഥാപാത്രങ്ങളെ വളരെ ഓർഗാനിക്കായി നന്നായി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അത് അഞ്ജലി മേനോന്റെ കഴിവാണ്. അതുപോലെ സ്ത്രീ കഥാപാത്രങ്ങളെ എഴുതി ഫലിപ്പിക്കാൻ കഴിയുന്ന ചുരുക്കം ചില പുരുഷ എഴുത്തുകാരന്മാരും ഉണ്ടാകാം. പക്ഷെ എല്ലാ എഴുത്തുകാർക്കും അതിന് കഴിയണമെന്നില്ല. എഴുതി കൊളമാക്കിയ സ്ത്രീ കഥാപാത്രങ്ങളാണ് സിനിമകളിൽ കൂടുതലും. അപ്പൊ ചുമ്മാ എഴുതി കൊളമാക്കണ്ട, അറിയുന്നത് എഴുതാം എന്ന് കരുതുന്നതും ഒരു നല്ല മാറ്റമാണ്. ആടുജീവിതവും അതുപോലെ തന്നെയാണ്. ആണിന്റെ കഥയാണ്. വെറുതെ ഒരു സ്ത്രീ കഥാപാത്രത്തെ സിനിമയിൽ ഒരു ആക്സസറി പോലെ എഴുതി പിടിപ്പിക്കാം. മറ്റ് ഭാഷകളിലെ മെയിൻ സ്ട്രീം സിനിമകളിലെ പോലെ ആളെ കൂട്ടാൻ വേണ്ടി സ്ത്രീ കഥാപാത്രങ്ങളെ ഉപയോഗിക്കാനൊക്കെ മലയാളി സംവിധായകർക്കും എഴുത്തുകാർക്കും ഇന്ന് മടിയാണ്. അതുകൊണ്ടാണ് ഈ സിനിമകളിലൊന്നും പേരിനൊരു പെണ്ണ് എന്ന പേരിൽ പെൺ കഥാപാത്രങ്ങൾ ഇല്ലാതായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നല്ല വെറൈറ്റി സ്ത്രീ കഥാപാത്രങ്ങൾ വരുന്ന ഇൻഡസ്ട്രി തന്നെയാണ് മലയാളം ഇൻഡസ്ട്രി. എഴുതാൻ കഴിയാത്തപ്പോൾ എഴുതാതിരിക്കുക എന്നത് ഒരു മാന്യതയാണ്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ നായക നടന്മാർക്ക് കിട്ടുന്ന അത്രയും വെറൈറ്റി കഥാപാത്രങ്ങൾ നടികൾക്ക് കിട്ടുന്നില്ല എന്നത് സത്യമാണ്. സ്ത്രീകളുടെ ജീവിത പരിസരത്തെക്കുറിച്ച് യഥാർത്ഥമായി എഴുതാനും അത് സിനിമയാക്കാനും കഴിയുന്നവർ കുറവാണ് എന്നതാണ് സത്യം. ആവേശമായാലും രോമാഞ്ചമായാലും ആണുങ്ങളുടെ ജീവിത പരിസരമാണ്. ആ പരിസരത്തെക്കുറിച്ച് അത് എഴുതിയ ആൾക്ക് ഒരുപക്ഷെ വളരെ നന്നായി അറിയാമായിരിക്കാം. എഴുതി തകർക്കാം എന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കാം. വിദേശത്തൊക്കെ സ്ത്രീയും പുരുഷനും ഒരു ഗ്രൂപ്പായി തിരക്കഥകൾ എഴുതാറുണ്ട്. 2 വശവും നന്നായി മനസ്സിലാക്കി എഴുതാൻ അപ്പോൾ പറ്റും. നമ്മുടെ നാട്ടിലും ഇനി അങ്ങനെയൊക്കെ സംഭവിക്കുമായിരിക്കും. സ്ത്രീകളെ പറ്റി യാഥാർത്ഥ്യ ബോധത്തോടെ എഴുതാൻ കഴിയുന്നില്ല, അതുകൊണ്ട് എഴുതുന്നില്ല എന്ന് തീരുമാനിക്കുന്ന സിനിമാക്കാരാണ് തനിക്ക് തോന്നുന്ന രീതിയിൽ ഓരോന്ന് സ്ഥിരമായി പടച്ചുവിടുന്ന മറ്റ് ഇൻഡസ്ട്രിക്കാരെക്കാൾ എന്തുകൊണ്ടും ഭേദം. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആ ഇമാജിനറി ബൗണ്ടറി മാഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായും സ്ത്രീക്കും പുരുഷനും ഒരുപോലെ പ്രാധാന്യം കിട്ടുന്ന സിനിമകളും ഉണ്ടാകും. ചില സമയങ്ങളിൽ അത് ഏറിയും കുറഞ്ഞുമിരിക്കുമെങ്കിലും അക്കാര്യത്തിൽ മലയാളത്തിൽ തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷ. അനിമൽ പോലെ, അർജുൻ റെഡ്ഡിയെ പോലെ ഒരു സിനിമയേക്കാൾ എത്രയോ ഭേദമല്ലേ ആവേശം പോലൊരു സിനിമ. അർജുൻ റെഡ്ഡിയിലെ പെണ്ണിനെ കണ്ട് ക്രിഞ്ചടിക്കുന്ന പോലെ ആവേശം കണ്ട് ക്രിഞ്ചടിക്കേണ്ട ആവശ്യം പെണ്ണുങ്ങൾക്കില്ലല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തിലെ ആൺപെൺ റേഷ്യോ നോക്കിയാൽ നമ്മുടെ സിനിമകളിലെ സ്ത്രീ പ്രാതിനിധ്യം തീർച്ചയായും കുറവാണ്. പക്ഷെ ഇന്ത്യയിലെ മറ്റ് പല
പല ഇൻഡസ്ട്രികളെയും അപേക്ഷിച്ച് മലയാള സിനിമ തന്നെയാണ് യാഥാർത്ഥ്യബോധത്തോടെ ചേർന്ന് നിൽക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നതിൽ മുന്നിൽ. തീർച്ചയായും ഇനിയും ഇംപ്രൂവ് ചെയ്യാനുള്ള സ്കോപ്പുണ്ട്. പക്ഷേ അത് ഈ അടുത്ത് വിജയിച്ച ചില സിനിമകളെ പഴിചാരിയിട്ട് വേണമെന്നില്ല. അപ്പൊ എന്താണ് മലയാള സിനിമയിലെ സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.